പത്രോസിൻ്റെ ഒന്നാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പത്രോസിൻ്റെ ഒന്നാം ലേഖനം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. ജഡത്തിൽ കഷ്ടമനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. കാമാർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറിക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. ദുർനടപ്പിൻ്റെ അതേ കവിച്ചിലിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത് അപൂർവം എന്നുവച്ച് അവർ ദുഷിക്കുന്നു. ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇതിനായിട്ടല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത്. അവർ ജഡസംബന്ധമായി മനുഷ്യരെപ്പോലെ വിധിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ. എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പിൻ. സകലത്തിനും മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിപ്പിൻ. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. പിറുപിറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിപ്പിൻ. ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പിൻ. ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും, ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്ക് ഒത്തവണ്ണവും ആകട്ടെ. എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത്. ആമേൻ. കഷ്ടമനുഭവിക്കുന്നതിൽ ക്രിസ്തു നമ്മുടെ മാതൃകയാണ് എന്നാണ് 3-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് പത്രോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നത്. ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചു, അതുകൊണ്ട് നാമും കഷ്ടമനുഭവിക്കണം. അതുമാത്രമല്ല, അതായിരിക്കണം നമ്മുടെ ഭാവം. ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ എന്നാണ് പത്രോസ് 1-ാം വാക്യത്തിൽ പറയുന്നത്. യുദ്ധത്തിന് പോകുന്നവരാണല്ലോ ആയുധം ധരിക്കുന്നത്. ഒരു പടയാളി ആയുധം ധരിച്ച് യുദ്ധത്തിന് പോകുമ്പോൾ അവൻ 2 കാര്യങ്ങളെ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഒന്ന്, യുദ്ധം ചെയ്യുക, അല്ലെങ്കിൽ യുദ്ധത്തിൽ മരിക്കുക. ഒരു ജീവൻ മരണ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നവരാണ് യുദ്ധത്തിൽ ആയുധം ധരിക്കുന്നവർ. അതുമാത്രമല്ല, ആയുധം ധരിക്കുന്നവർ അത് കഴിയുന്നതും വേഗം പുറത്തെടുക്കുവാൻ ഉള്ള തയ്യാറെടുപ്പിലാണ് പോകുന്നത്. ഉദാഹരണത്തിന്, തോക്കും കൊണ്ട് യുദ്ധത്തിന് പോകുന്നവർ, ചില പോലീസ് ഓഫീസർമാർ, അവർ റിവോൾവർ ധരിക്കും. വലത് കൈ വശമുള്ള ആളുകളാണെങ്കിൽ അവരുടെ തോക്ക് അവർ ധരിക്കുന്നത് അവരുടെ ഇടതുവശത്തായിരിക്കും. കാരണം എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടായാൽ ഒട്ടും താമസിക്കാതെ തന്നെ തോക്ക് പുറത്തെടുക്കുവാൻ അത് സഹായിക്കും. വാൾ ധരിക്കുന്നവരും അങ്ങനെ തന്നെയാണ്. ചെറിയൊരു പ്രകോപനമുണ്ടായാൽ ഉടൻ തന്നെ ആയുധം പുറത്തെടുക്കാൻ തയ്യാറായി നിൽക്കുന്നവർ. ഇവിടെ ഒരു ക്രിസ്തു വിശ്വാസി ആയുധം ധരിച്ചുകൊണ്ട് നിൽക്കണമെന്ന് പറയുന്നു. പക്ഷേ ആ ആയുധം കഷ്ടം സഹിക്കാനുള്ള മനസ്സ് എന്ന ആയുധമാണ്. ആ ഭാവം അത് ധരിക്കണം. പ്രകോപനമുണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിക്കാം, എങ്ങനെ ചെറുത്തു നിൽക്കാം, കഷ്ടത എങ്ങനെ ഒഴിവാക്കാം, അതല്ല, മറിച്ച് കഷ്ടം സഹിക്കാൻ തയ്യാറാണ് എന്ന ഭാവം. 2-ാം വാക്യത്തിൽ ജഡത്തിൽ കഷ്ടമനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു എന്ന് കാണുന്നു. ഒരു വിശ്വാസിയുടെ മുമ്പിൽ 2 തിരഞ്ഞെടുപ്പാണ്. ദൈവത്തിന് വേണ്ടി, ദൈവനാമമഹത്വത്തിനായി കഷ്ടം സഹിക്കുക, ന്യായമായി കഷ്ടം സഹിക്കുക, അല്ലെങ്കിൽ പാപത്തിൽ വീഴുക. ഈ 2 കാര്യങ്ങളാണ് അവൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നത്. ഒരു ക്രിസ്തു വിശ്വാസി താൻ
പാപത്തെ വിട്ടൊഴിഞ്ഞ് കഷ്ടം സഹിക്കാൻ തയ്യാറാകണം എന്നാണ് താനിവിടെ പറയുന്നത്. അവിശ്വാസിയെപ്പോലെ പാപത്തിൽ ജീവിക്കാനുള്ള പ്രേരണയുണ്ട്. പക്ഷേ അതിന് പകരം പാപം ചെയ്യാതെ കഷ്ടം അനുഭവിക്കുവാൻ തയ്യാറാകണം. അക്കാലത്ത് ഇത് വളരെ പ്രായോഗികമായിരുന്നു. കാരണം പാപം ചെയ്യാനുള്ള പ്രേരണ, അവരുടെ വിശ്വാസത്തിൽ ഒത്തുതീർപ്പുണ്ടാക്കുവാനുള്ള പ്രേരണ, ഇതൊക്കെ അവർക്കുണ്ടായിരുന്നു. അത് ചെയ്താൽ ജീവൻ രക്ഷിക്കാമായിരുന്ന പല അവസരങ്ങൾ അവർക്കുണ്ടായിരുന്നു. എന്നാൽ അതിനു പകരം കഷ്ടം സഹിക്കാൻ അവർ തയ്യാറായി. ജെയിംസ് ഗുത്രേ എന്ന ഒരു ദൈവദാസൻ രക്തസാക്ഷിയായി മരിച്ചു. അദ്ദേഹത്തെ തൻ്റെ വിശ്വാസം മൂലം തൂക്കിക്കൊല്ലുകയായിരുന്നു. എന്നാൽ ആ തൂക്കിക്കൊല്ലുന്നതിന് മുൻപ് അദ്ദേഹം തൻ്റെ സഹവിശ്വാസികളോട് പറഞ്ഞു, നിങ്ങൾ ഞാൻ ചെയ്യും പോലെ ഈ കഷ്ടതയുടെ പാനപാത്രം അത് വേണം തിരഞ്ഞെടുക്കാൻ. നിങ്ങൾ പാപം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് പാപത്തിന് പകരം കഷ്ടത തിരഞ്ഞെടുക്കണം. ഞാനതാണ് തിരഞ്ഞെടുക്കുന്നത്. ഇത് പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തെ അവർ തൂക്കിലെത്തിയത്. ബോധപൂർവം ക്രിസ്തുവിനു വേണ്ടി കഷ്ടം സഹിക്കുവാൻ തയ്യാറാകുന്നവർ പാപത്തിൽ നിന്നും ബോധപൂർവം പിന്മാറുകയാണ്. അവർ പിന്നീട് ഒരു പാപവും ചെയ്യുകയില്ല എന്നല്ല, മറിച്ച് പാപത്തിൻ്റെ ശക്തി അവരുടെ മേൽ ഇല്ലാതാകുകയാണ്. കഷ്ടത സഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രത്യേകത, നമുക്ക് പാപത്തിൻ്റെ മേൽ വിജയമുള്ള ഒരു ജീവിതം നയിക്കാൻ അത് നമ്മെ സഹായിക്കുന്നു എന്നതാണ്. 2-ാം വാക്യത്തിൽ മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു എന്ന് കാണുന്നു. 2 തരത്തിലുള്ള ജീവിതം. ഒന്ന് മനുഷ്യരുടെ മോഹങ്ങൾക്കനുസരിച്ചുള്ള ജീവിതം, മറ്റൊന്ന് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ചുള്ള ജീവിതം. ഈ വാക്യത്തിൽ നിന്നും ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ വിപരീത പദം എന്താണ് എന്ന് നമുക്ക് കാണാം. അത് മനുഷ്യരുടെ ജഡത്തിൻ്റെ മോഹമാണ്. അനേക ആളുകൾ ദൈവഹിതം എന്താണ് എന്നറിയുവാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അവരങ്ങനെ പറയുന്നു. ദൈവഹിതം അറിയുവാൻ ആഗ്രഹിക്കുന്നവർ, അതനുസരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, അവർ ഒരിക്കലും ജഡത്തിൻ്റെ മോഹങ്ങൾക്കനുസരിച്ച് നടക്കുന്നവരല്ല. ജഡം ഈ ജഡത്തിലെ സന്തോഷത്തിനും സുഖത്തിനും വേണ്ടി നമ്മോട് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അതിന് കീഴടങ്ങി ജഡത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതം നയിക്കുന്നവർ, അവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല. കാരണം ജഡത്തിൻ്റെ അഭിലാഷം ദൈവത്തിൻ്റെ ആഗ്രഹത്തിന്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് എതിരാണ്. 3-ാം വാക്യത്തിൽ എന്തൊക്കെ തരത്തിലുള്ള ജഡ അഭിലാഷങ്ങളാണ് അവിശ്വാസികൾ അല്ലെങ്കിൽ പാപത്തിൽ ഏർപ്പെടുന്നവർ ചെയ്യുന്നത് എന്ന് കാണുന്നു. കാമാർത്തി, മോഹം, വീഞ്ഞുകുടി, വെറിക്കൂത്ത്, മദ്യപാനം, ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധന. ആദ്യത്തെ 2 കാര്യങ്ങൾ ഒരു നിയന്ത്രണവും ഇല്ലാത്ത മോഹങ്ങൾ. ഇത് ലൈംഗികമായ അരാജകത്വത്തെക്കുറിച്ചും അധാർമികതയെക്കുറിച്ചുമാണ് പറയുന്നത്. മനുഷ്യൻ്റെ മനസ്സിൽ തോന്നുന്നതെന്തും ചെയ്യുവാനുള്ള വ്യഗ്രത. മൃഗങ്ങളാണ് സാധാരണ അങ്ങനെ പെരുമാറുന്നത്. ചെയ്യുന്നതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് ആലോചിക്കാതെ മൃഗങ്ങൾ പല കാര്യങ്ങൾ ചെയ്യും. എന്നാൽ മനുഷ്യരും അങ്ങനെ ചെയ്യും. അവർ ഭാവിയിൽ എന്തുണ്ടാകും, ഞാൻ ഈ ചെയ്യുന്നതിൻ്റെ ഭവിഷ്യത്ത് എന്താണ് എന്ന് ചിന്തിക്കാതെ അവരുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ, അവരുടെ കാമവികാരങ്ങൾ, അവയെ തൃപ്തിപ്പെടുത്തുവാൻ തെറ്റായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നു. വീഞ്ഞുകുടിയും വെറിക്കൂത്തും മദ്യപാനവും, മദ്യപാനത്തോടൊപ്പം ഉണ്ടാകുന്ന പാർട്ടികളും, അധാർമികമായ കാര്യങ്ങൾ കൂട്ടമായി ചെയ്യുന്ന ഓർജീസ്, ഇതൊക്കെ നടത്തുന്ന കാര്യമാണ് ഇവിടെ പത്രോസ് പറയുന്നത്. ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധന. സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായ ദൈവത്തെ മനുഷ്യനുണ്ടാക്കുന്ന എന്തെങ്കിലും ചില വസ്തുക്കളുമായി സാദൃശ്യപ്പെടുത്തി ആ വസ്തുക്കളെ ആരാധിക്കുന്നതാണല്ലോ വിഗ്രഹാരാധന.
അങ്ങനെ ആരാധിക്കുമ്പോൾ മനുഷ്യന് ഉള്ള വില, അവൻ്റെ ധാർമ്മിക നിലവാരം തീർച്ചയായും അധപ്പതിക്കും. അതുകൊണ്ടാണ് വിഗ്രഹാരാധന ധർമ്മവിരുദ്ധമാണ് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ജാതികളുടെ ഇഷ്ടമാണ്. അവർ സാധാരണയായി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ വക കാര്യങ്ങളൊക്കെ ചെയ്ത് സമയം പാഴാക്കിയത് മതി എന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുന്നു. ദുർനടപ്പിൻ്റെ അതേ കവിച്ചിലിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത് അപൂർവമെന്ന് വെച്ച് അവർ നിങ്ങളെ ദുഷിക്കുന്നു. ക്രിസ്തുവിശ്വാസികൾ ഇത്തരം കാര്യങ്ങളിൽ ദുർമാർഗത്തിൽ ഏർപ്പെടാതിരിക്കുമ്പോൾ മറ്റുള്ളവർ അവർ നിങ്ങളെ നോക്കി പറയും, നിങ്ങൾക്കെന്തോ കുഴപ്പമുണ്ട്. ഈ കാര്യങ്ങൾ അവ അധാർമികമായ കാര്യങ്ങളാണ്, അവ ചെയ്യാതിരിക്കുന്നത് എന്തോ അപൂർവം എന്ന് നിങ്ങളെ അവർ ദൂഷിക്കും. നെഹ്റോ ചക്രവർത്തിയുടെ കാലത്ത് ചക്രവർത്തിയെ ആരാധിക്കാഞ്ഞവർ, ഇത്തരത്തിലുള്ള ദുർനടപ്പിൽ ഏർപ്പെടാതിരുന്നവർ ആയിരുന്നു ക്രിസ്ത്യാനികൾ. അവരെ ദേശദ്രോഹികളെന്നും മനുഷ്യത്വത്തിന് ശത്രുക്കളായവർ എന്നുമൊക്കെയാണ് അന്ന് വിളിച്ചിരുന്നത്. അവരെ അനാവശ്യമായി, അകാരണമായി അക്യൂസ് ചെയ്തിരുന്നു, ദുഷിച്ചിരുന്നു. എന്നാൽ അത് ഓർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട. കാരണം ചക്രവർത്തിയോ ഗവർണർമാരോ നിങ്ങളുടെ യജമാനന്മാരോ അല്ല നിങ്ങളെ ന്യായം വിധിക്കുവാൻ പോകുന്നത്. 5-ാം വാക്യത്തിൽ പത്രോസ് പറയുന്നു, ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഈ ദുർനടപ്പ് ആചരിക്കുന്ന ആളുകൾ, അവർ അവസാനം കണക്ക് കൊടുക്കേണ്ടി വരും. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തോന്നും, വിശ്വാസികളായവർ അവർ കണക്ക് കൊടുക്കേണ്ടേ? പൗലോസ് 2 കൊരിന്ത്യർ 5:10 ഇങ്ങനെ പറയുന്നു, നാം എല്ലാവരും നമ്മുടെ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം കണക്ക് കൊടുക്കേണ്ടി വരും എന്ന് കാണുന്നു. അപ്പോൾ അവിശ്വാസികൾ മാത്രമല്ല, വിശ്വാസികളും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതിന് തയ്യാറായി വേണം നാം ജീവിക്കാൻ. 6-ാം വാക്യത്തിൽ ഇവർ കണക്ക് കൊടുക്കേണ്ടി വരും എന്ന കാര്യം ഉറപ്പിക്കാൻ വേണ്ടി പത്രോസ് അപ്പോസ്തലൻ ഒരു കാര്യം കൂടി പറയുന്നു. ഇതിനായിട്ടല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത്. അവർ ജഡസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ. ഇത് വായിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നും, മരിച്ച ആളുകളോട് സുവിശേഷം അറിയിച്ചുവോ? എന്നാൽ അതല്ല ഇതിൻ്റെ അർത്ഥം. സുവിശേഷം കേട്ട ചില ആളുകൾ, അവർ വിശ്വസിച്ചു, അനുസരിച്ചു. അവർ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി വിശ്വസിക്കാത്ത ആളുകൾ, അവരെ വിധിച്ചു. അവർ ദുഷ്പ്രവർത്തിക്കാരാണെന്ന് അവരെ ദുഷിക്കുകയും വിധിക്കുകയും ചിലരെയൊക്കെ കൊല്ലുകയും ചെയ്തു. അങ്ങനെ അവർ മരിച്ചു. ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം, പക്ഷേ അവർ ഇന്ന് ജീവിക്കുന്നു. ഇവിടെ സുവിശേഷം കേട്ട് വിശ്വസിച്ചു, അവർ കഷ്ടതയിലൂടെ കടന്നു പോവുകയും മരിക്കുകയും ചെയ്തു. അവർ ദൈവസന്നിധിയിൽ ജീവിക്കുന്നു, ആത്മാവിൽ ജീവിക്കപ്പെടുന്നു. അക്കാര്യമാണ് പത്രോസ് ഇവിടെ പറയുന്നത്. എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം നമുക്ക് വളരെ കുറച്ച് സമയമേ ഇനിയുള്ളൂ. നമുക്ക് സമയം വളരെ കുറവേ ഉള്ളൂ എന്ന് നമുക്ക് ബോധ്യമായാൽ നാം ചെയ്യുന്നത്, നാം ചെയ്യേണ്ട കാര്യങ്ങളെ മുൻഗണനാക്രമത്തിൽ ചെയ്തു തീർക്കാൻ ശ്രമിക്കും. അനാവശ്യമായ കാര്യങ്ങൾ, അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾ, അവയെ നാം ഒഴിവാക്കും. അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങൾ അവ വേഗത്തിൽ ചെയ്യും. പത്രോസ് അപ്പോസ്തലൻ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് സമയം കുറവായതുകൊണ്ട് നിങ്ങളുടെ പ്രയോറിറ്റി, നിങ്ങളുടെ മുൻഗണനാക്രമം ഒന്ന് പരിശോധിക്കുക. അതിലാദ്യം പറയുന്നു, പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവർ, നിർമ്മതർ. ഈ 2 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവർ, അത് ഇംഗ്ലീഷിൽ വായിച്ചാൽ സോബർ ഫോർ പ്രയർ. സുബോധമുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കും എന്നാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. സമയം കുറവേ ഉള്ളൂ, അതുകൊണ്ട് പ്രാർത്ഥിച്ച് സമയം കളയേണ്ട, ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാം എന്നാണ് മാനുഷികമായ ചിന്ത. പക്ഷേ പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾക്ക് സമയം കുറവാണ്, അതുകൊണ്ട്
പ്രാർത്ഥിക്കുക. നിങ്ങൾ സുബോധമുള്ളവരാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കും. പ്രാർത്ഥനയിൽ സുബോധമുള്ളവരായിരിക്കും. പ്രാർത്ഥിക്കുവാൻ സുബോധമുള്ളവരായിരിക്കുമെന്ന് മാത്രമല്ല, പ്രാർത്ഥനയിലും സുബോധമുള്ളവരായിരിക്കും. നമുക്ക് സമയം കുറവാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ ലിസ്റ്റ് അവയ്ക്കൊക്കെ മാറ്റമുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ നാം പ്രാധാന്യമുള്ളത് എന്ന് കരുതുന്ന കാര്യങ്ങൾക്ക് ചില മാറ്റമുണ്ടാകും. കാരണം സമയം കുറവാണ്. അത് നമ്മുടെ പ്രാർത്ഥനയിലും പ്രതിഫലിക്കും. ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങൾ, ഞാൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, സമയം കുറവാണെങ്കിൽ അവയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണോ? സമയം കുറവാണെങ്കിൽ ഞാൻ അത്യാവശ്യമായി പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ആ നിലയിൽ നമ്മുടെ പ്രാർത്ഥനാ ലിസ്റ്റിന് ഒരു മാറ്റമുണ്ടാകും. മറ്റൊന്ന്, പ്രാർത്ഥനയിൽ സുബോധം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, ചില ആളുകളുടെ പ്രാർത്ഥന വളരെ ദൈർഘ്യമുള്ളതാണ്. ദീർഘമായി പ്രാർത്ഥിക്കുന്നത് തെറ്റല്ല. എന്നാൽ പൊതുവിൽ പ്രാർത്ഥിക്കുമ്പോൾ വളരെ ദീർഘമായ പ്രാർത്ഥന അതൊട്ടും ഔചിത്യമുള്ളതല്ല. നാം പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരെ കൂടി സഹകരിപ്പിച്ചുകൊണ്ടാണല്ലോ പ്രാർത്ഥിക്കുന്നത്. നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേട്ട് മറ്റുള്ളവർ ആമീൻ പറയും. എന്ന് വെച്ചാൽ അവർ നാം പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളോട് സമ്മതിക്കുകയാണ്. എന്നാൽ വളരെ ദീർഘമായ പ്രാർത്ഥന ശ്രദ്ധിക്കുവാൻ കൂടെ പ്രാർത്ഥിക്കുവാനിരിക്കുന്ന ആളുകൾക്ക് സാധിച്ചു എന്ന് വരികയില്ല. അതുകൊണ്ട് പൊതുവായി പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും നാം സുബോധത്തോടെ പ്രാർത്ഥനയുടെ നീളം കുറയ്ക്കുന്നത് നന്നായിരിക്കും. ഒരു സഭയിൽ ഒരു സഹോദരൻ താൻ വളരെ ദീർഘമായി പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അദ്ദേഹത്തെ ആ സഭയിലുള്ള ചില കുട്ടികൾ വിളിക്കുന്നത് അനസ്തീഷ്യ എന്നാണ്. കാരണം അദ്ദേഹം പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് കഴിയുമ്പോഴേക്കും ഒരു പിടി ആളുകൾ ഉറങ്ങിയിരിക്കും. അത് പ്രാർത്ഥനയിൽ സുബോധമുള്ള കാര്യമല്ല. മറ്റ് ചില ആളുകൾ പ്രാർത്ഥനയിൽ ദൈവത്തെ ബൈബിൾ പഠിപ്പിക്കുക, തൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ദൈവത്തെ പറഞ്ഞ് മനസ്സിലാക്കുക. പ്രിയ കർത്താവേ, കഴിഞ്ഞ 27 വർഷമായി ഞാൻ ഈ ശുശ്രൂഷ ചെയ്തു വരുന്നത് തനിക്കറിയാമല്ലോ. ഇങ്ങനെയൊക്കെ ദൈവത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമുണ്ടോ? അതൊക്കെ സുബോധമില്ലായ്മയുടെ ലക്ഷണമാണ്. പ്രാർത്ഥനയിൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക. മറ്റു ചിലർ പ്രാർത്ഥനയിൽ അടുത്ത് നിൽക്കുന്ന ആളുകളോട് ചില സന്ദേശങ്ങൾ നൽകും. ആ സഹോദരൻ്റെ ജീവിതത്തിലെ തെറ്റ് ഉയർത്തി കാണിക്കുക. പരീശൻ്റെ പ്രാർത്ഥന നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ഞാൻ ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ലാത്തതുകൊണ്ട് നിന്നെ വാഴ്ത്തുന്നു. ആ പ്രാർത്ഥന ദൈവത്തോടല്ല, ആ നിൽക്കുന്ന ചുങ്കക്കാരനോടാണ്. ഇതൊക്കെ പ്രാർത്ഥനയിൽ സുബോധമില്ലായ്മയുടെ ലക്ഷണമാണ്. നാം സുബോധത്തോടെ നിർമ്മതരായി എന്ന് വെച്ചാൽ മദ്യം കുടിച്ച അവസ്ഥയിലല്ലാതെ സുബോധത്തോടുകൂടി പ്രാർത്ഥിക്കുക. സകലത്തിനും മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹം ഉള്ളവരായിരിപ്പിൻ. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. നാം ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം, നമ്മുടെ പെരുമാറ്റത്തിലെല്ലാം ഒന്നാം സ്ഥാനം ഉറ്റ സ്നേഹത്തിനായിരിക്കണം. ഉറ്റ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പരമാവധി നമ്മുടെ കഴിവ് ഉപയോഗിച്ച് സ്നേഹിക്കുക. അതിൽ യാതൊരു കുറവും വരുത്താതെ സ്നേഹിക്കുക. അങ്ങനെ സ്നേഹിച്ചാൽ പാപങ്ങളുടെ ബഹുത്വത്തെ അത് മറയ്ക്കുന്നു. നമുക്കറിയാമല്ലോ, നാം ഇഷ്ടപ്പെടുന്ന ആളുകൾ നമുക്കിഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്താൽ നാം അത് സഹിക്കും, പൊറുക്കും. കാരണം നമുക്ക് അവരോട് സ്നേഹമുണ്ട്. എന്നാൽ നമുക്കിഷ്ടമില്ലാത്ത ആരെങ്കിലും ഒരു ചെറിയ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ നാം അത് പെരുപ്പിച്ച് കാണിക്കും. കാരണം നമുക്ക് അവരോട് സ്നേഹമില്ല. സ്നേഹമുണ്ടെങ്കിൽ അത് പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കും. 9-ാം വാക്യത്തിൽ പിറുപിറുപ്പ് കൂടാതെ അതിഥി സൽക്കാരം ആചരിപ്പിൻ. അതിഥി സൽക്കാരം അക്കാലത്തൊരു അത്യാവശ്യമായിരുന്നു. അതിന്നും ആവശ്യമാണ്. അന്ന് ഹോട്ടലുകളോ സത്രങ്ങളോ ഇല്ല. മാത്രമല്ല, അന്നുണ്ടായിരുന്ന വിശ്വാസികളിൽ പലരും പാവപ്പെട്ടവരാണ്. അവർ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് വേറൊരു സ്ഥലത്തും താമസിക്കുവാൻ സാഹചര്യമില്ല. അങ്ങനെയുള്ളവരെ വിശ്വാസികളായവർ അവരുടെ ഭവനങ്ങളിൽ ചേർത്തുകൊള്ളണം. അത് പിറുപിറുപ്പ് കൂടാതെ ചെയ്യണം. അതിഥി സൽക്കാരം ചെയ്യുന്നവരുണ്ട്, എന്നാൽ അത് പിറുപിറുപ്പ് കൂടാതെ ചെയ്യാൻ സാധിക്കണം. ഓ, ഇയാൾക്ക് എൻ്റെ വീട്ടിലേ വരാൻ കണ്ടുള്ളൂ,
ഈ സഭയിൽ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുടെയും വീട്ടിൽ ഇയാൾക്ക് പോയിക്കൂടെ? ഇതൊക്കെ പിറുപിറുപ്പിൻ്റെ ഭാഗമാണ്. പിറുപിറുപ്പ് കൂടാതെ സന്തോഷത്തോടെ ആ ശുശ്രൂഷ ചെയ്യണം. ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പിൻ. 10-ാം വാക്യത്തിൽ ആത്മീക വരങ്ങൾ അത് നമുക്ക് ദാനമായി ലഭിച്ചിരിക്കുന്നതല്ല, മറിച്ച് നമ്മെ അത് ഏൽപ്പിച്ചിരിക്കുന്നതാണ് എന്നാണ് കാണുന്നത്. കാരണം ദൈവകൃപയുടെ ഗ്രഹവിചാരകന്മാർ, നമുക്കറിയാം ഗ്രഹവിചാരകൻ, സ്റ്റ്യൂവേർഡ്, അവന് സ്വന്തമായിട്ടൊന്നുമില്ല. യജമാനൻ ചില കാര്യങ്ങൾ അവനെ അല്പനാളത്തേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രാധാന്യമുള്ള കാര്യം. ആത്മീയ വരങ്ങളും അങ്ങനെ തന്നെയാണ്. യജമാനൻ്റെയാണ് ഈ വരങ്ങൾ. അവൻ നിങ്ങളെ അല്പകാലത്തേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പിൻ. ഗ്രഹവിചാരകന്മാരിൽ അത്യാവശ്യം വേണ്ടത് വിശ്വസ്തത എന്ന് വെച്ചാൽ ഈ ഏൽപ്പിച്ചിരിക്കുന്നത് യജമാനൻ്റെയാണ്, യജമാനന് വേണ്ടി ഞാനിത് ഉപയോഗിക്കണം എന്ന മനോഭാവം. രണ്ടാമതായി, ഈ ആത്മീക വരങ്ങൾ എന്തിനു വേണ്ടിയാണ്? 10-ാം വാക്യത്തിൻ്റെ അവസാനം നാം കാണുന്നു, അന്യോന്യം ശുശ്രൂഷിപ്പിൻ. ദൈവം എനിക്ക് തന്നിരിക്കുന്ന ആത്മീക വരം എൻ്റെ സഭയിലുള്ള മറ്റുള്ള സഹോദരനോ സഹോദരിക്കു വേണ്ടിയാണ്, അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ് എന്ന ബോധം ഈ ഗ്രഹവിചാരകന്മാർക്കുണ്ടായിരിക്കണം. 11-ാം വാക്യത്തിൽ 2 തരം വരങ്ങളെക്കുറിച്ച് പറയുന്നു. ഒന്ന്, പ്രസംഗിക്കുക, ദൈവവചനം പറയുക, അല്ലെങ്കിൽ മറ്റുള്ളവർ കാണുന്ന തരത്തിലുള്ള ശുശ്രൂഷകൾ. ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു. അതൊരു ആത്മീക വരമാണ്. പ്രസംഗിക്കുക എന്നുള്ളത് ആത്മീക വരമാണ്. ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുക. അയാൾ എന്താണ് ചെയ്യുന്നത്? തൻ്റെ പ്രസംഗ പാഠവം മറ്റുള്ളവരെ കാണിക്കുകയും അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യല്ല, മറിച്ച് ദൈവം അയാൾക്കൊരു അരുളപ്പാട് കൊടുത്തിരിക്കുന്നു, അത് അയാൾ മറ്റുള്ളവരോട് പറയുന്നു. അയാൾ ഒരു ദൂതനാണ്, എഴുത്ത് അല്ലെങ്കിൽ ഒരു സന്ദേശം കൊണ്ടുവരുന്നയാളാണ്. ദൈവം ഒരു ദൂതുമായി അയാളെ അയച്ചിരിക്കുന്നു. ആ ബോധ്യത്തിൽ വേണം അയാൾ സംസാരിക്കാൻ. ദൈവത്തിൻ്റെ അരുളപ്പാടാണ് ഞാൻ പ്രസ്താവിക്കുന്നത് എന്ന ബോധ്യം അയാൾക്കുണ്ടായിരിക്കണം. അല്ലാതെ അത് അയാളുടെ സ്വന്തം ജ്ഞാനമോ അറിവോ അയാൾ തന്നെ കണ്ടുപിടിച്ചതോ അല്ല. രണ്ടാമത്, ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണവും ആകട്ടെ. ചില ആളുകൾക്ക് പല ശുശ്രൂഷകൾ ചെയ്യാനുള്ള വരം ലഭിച്ചിട്ടുണ്ട്. അത് ചെയ്യുന്നതും അവർ ആ കാര്യത്തിൽ കഴിവുള്ളവരായിട്ടില്ല, മറിച്ച് ദൈവം അവർക്ക് പ്രാപ്തി നൽകിയതുകൊണ്ടാണ്. ഈ 2 തരത്തിലുള്ള വരങ്ങളും ദൈവം അവർക്ക് നൽകിയതാണെന്ന ബോധ്യത്തിൽ വേണം അവർ ചെയ്യാൻ. അങ്ങനെ ചെയ്താൽ എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരും. അല്ലെങ്കിലോ ഇതെൻ്റെ കഴിവാണ്, ഈ ശുശ്രൂഷ ഞാൻ ചെയ്യുന്നത് എൻ്റെ കഴിവാണ് എന്ന് ഒരു വ്യക്തി കരുതിയാൽ അയാളാണ് മഹത്വമെടുക്കുന്നത്. ആ ശുശ്രൂഷ അയാളുടെ പേര് വലുതാക്കാൻ വേണ്ടി അയാൾ ഉപയോഗിക്കുകയാണ്. ദൈവത്തിനല്ല മഹത്വം ലഭിക്കുന്നത്. നാം ചെയ്യുന്ന ശുശ്രൂഷകൾ ഇത് ദൈവം എന്നെ ഏൽപ്പിച്ചതാണ് എന്ന ബോധ്യത്തിൽ നാം ചെയ്യുമ്പോൾ ദൈവത്തിന് മഹത്വമുണ്ടാകും. പത്രോസ് അപ്പോസ്തലൻ ഈ ഭാഗം ഇങ്ങനെ അവസാനിപ്പിക്കുന്നു: മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത്. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ജീവിതത്തിൽ പല തീരുമാനങ്ങൾ എടുക്കേണ്ടതായി വരുന്നു. കഷ്ടമനുഭവിക്കുവാനും പാപം ചെയ്യുവാനും ഉള്ള തീരുമാനം. ഇത്തരം സന്ദർഭങ്ങളിൽ കഷ്ടമനുഭവിക്കുവാൻ തിരഞ്ഞെടുക്കാൻ ഞങ്ങൾക്ക് വേണ്ട ധൈര്യം അവിടുന്ന് നൽകണമേ. ഞങ്ങൾ മറ്റുള്ളവരെ ഉറ്റു സ്നേഹിപ്പാൻ സഹായിക്കണമേ. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സമയം വളരെ കുറവാണ് എന്നറിഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിലെ മുൻഗണനകളെ മാറ്റുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷകൾ പിറുപിറുപ്പ് കൂടാതെ ദൈവനാമ മഹത്വത്തിനായി ചെയ്യാൻ അവിടുന്ന് ഇടയാക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷ മൂലം ദൈവം യേശുക്രിസ്തുവിലൂടെ മഹത്വപ്പെടുവാൻ ഇടവരണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 09
88022195 എന്ന നമ്പർ ഉപയോഗിക്കുക.